അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായി. സംവിധായകൻ ഫാസിൽ മുഹമ്മദ് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 15ാമത് മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായി. മൂവാറ്റുപുഴ ലതാ തിയേറ്ററിൽ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യത്തെ ഷോ ഇവിടെ കൊടുക്കാമെന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് പിന്നെ SH ഒരു ഷോ വന്ന്, അതിൻ്റെ ശേഷം റാന്നിയിലൊരു ഷോ വന്ന്, അങ്ങനെ 3ാമത്തെ ഷോ ആണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ ഈ ഷോ നടന്നതിൻ്റെയൊക്കെ മെയിൻ കാരണം പ്രകാശനാണ്. എന്തായാലും സന്തോഷമുണ്ട് അങ്ങനെ എല്ലാവരും മുന്നിൽ വരാൻ പറ്റിയതിൽ. എൻ്റെ സിനിമ എല്ലാവരും കാണുക, എൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. സന്തോഷം. താങ്ക് യു. ഫാസിൽ മുഹമ്മദ് നാസ് പ്രസിഡന്റ് വിൻസെന്റ് മാളിയേക്കലിന് നൽകി ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിച്ചു. ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് UR ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള ചലച്ചിത്ര അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ശ്രീധർ ആമുഖപ്രസംഗം നടത്തി. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു. ഞായറാഴ്ച സ്പാനിഷ് ചിത്രമായ വോൾവർ, ലബനീസ് ചിത്രമായ വേഡോബി ഗോനൌ, ആഫ്റ്റർ ഇമേജ്, മലയാളം ചിത്രം മാവോയിസ്റ്റ് എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഫെസ്റ്റിവൽ ബുധനാഴ്ച സമാപിക്കും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജെയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ ജുവൽസ് തൊടുപുഴ.